ശ്രീരാമ ഭഗവാൻ സീതാദേവിയെ ഈ കാട്ടിൽ ഉപേക്ഷിക്കുന്ന സമയത്തെ ദേവി വന്നിട്ട് ലവകുശന്മാരെ ഗർഭം ധരിച്ചിരുന്ന കാലമായിരുന്നു. അപ്പോൾ ദേവി അഭയം പ്രാപിച്ചത് ഈ കാട്ടിൽ വാൽമീകി ആശ്രമത്തിലായിരുന്നു ഈ പ്രദേശം. അപ്പം ദേവി ആ സമയത്ത്, അതായത് വയനാട് എന്ന് പറയുമ്പോൾ ഒരു കുറേ കാടുകൾ നിറഞ്ഞ സ്ഥലമല്ലേ, ദേവി പള്ളി കൊണ്ട സ്ഥലം, അതായത് ഈ പ്രസവകാലത്തൊക്കെ ദേവി കിടന്നിരുന്ന സ്ഥലം ഈ പുൽപ്രദേശമായിരുന്നു. അപ്പോൾ ഈ പുല്ലിൽ പള്ളി കൊണ്ട ദേവി ആയതുകൊണ്ട് പുൽപ്പള്ളി എന്നുള്ള ഒരു പേര് ഈ ഒരു സ്ഥലത്ത് വരാനും, പിന്നെ ഈ പുൽപ്പള്ളിയിൽ ഇപ്പോൾ ദേവിയും സീതാദേവിയും മക്കൾ ലവകുശന്മാരും പ്രധാന പ്രതിഷ്ഠകളായിട്ടുള്ള ക്ഷേത്രമാണ് ഈ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം. ഭാരതത്തിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു ക്ഷേത്രമില്ല, ഇത് ഇവിടെ മാത്രമാണ്. എപ്പോഴും വയനാട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല, ചരിത്ര കഥകൾ എന്തെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ വയനാട് വരുമ്പോൾ എപ്പോഴും കർക്കിടക മാസത്തിൻ്റെ ഒരു ഭയങ്കര പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതായത് ദേവി ഭൂമി വളർന്നു പോയതും ദേവി പ്രസവിച്ച ഈ ചാപ്പൽ ഉണ്ട് അവിടെ ഒരു ഈ ചാപ്പയുടെ മുകളിലൊരു ഇരട്ട മന്ദാരത്തിൻ്റെ ഒരു മന്ദാരം ചെടിയുണ്ട്, വലിയ മരമായിരിക്കുന്നത്. അതിലെപ്പോഴും ഒരു ഇരട്ട മന്ദാരം ഉണ്ടാവും ആ മരത്തിൽ. അപ്പോൾ അത് ലവകുശന്മാരുടെ ആ വിദ്യാഭ്യാസ കാലം, പഠനം, വാൽമീകി ആശ്രമം, അതെല്ലാം അടുത്തടുത്ത് ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ആ പാറ ഇങ്ങനെ ഇരുത്തി പഠിപ്പിച്ച പാറയും. അപ്പോൾ ഒരുപാട് പ്രത്യേകതയാണ് കർക്കിടക മാസം വയനാട്ടിലേക്ക് വരുമ്പോഴും. ഒരു രസമാണ്. എവിടെയും ഉണ്ട് കേട്ടോ, എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് കർക്കിടക മാസം രാമായണകാലം ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എപ്പോഴും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ സീതാദേവി ടെമ്പിളിലേക്കാണ്. ലവകുശന്മാർ സീതാദേവിയും പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള പുൽപ്പള്ളി സീതാദേവി ടെമ്പിൾ. നമ്മളിപ്പോഴ് മാനന്തവാടിയിൽ നിന്ന് 26 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട്, അതായത് കാടിലൂടെയുള്ള നല്ല യാത്രയാണ്, നല്ല കാഴ്ചകൾ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതാ പുൽപ്പള്ളി സീതാദേവി ടെമ്പിളിൻ്റെ മുന്നിലാണ്. ഇവിടെ വന്ന് കയറുമ്പോൾ കാണുന്നതാണ് ശങ്കരൻകുട്ടി ആനക്കുട്ടി. അതിൻ്റെ ഇവിടെ നോക്കി, ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാമല്ലോ എന്താണെന്ന്. അതായത് 6 പതിറ്റാണ്ട് കാലം ചേടാറ്റിലമ്മയുടെ തിടമ്പ് ശിരസിലേന്തി മുരിക്കന്മാരുടെ കളിക്കൂട്ടുകാരനായി വിഘ്നേശ്വര സമാനം ഏകദന്തനായി ശ്രീ പുൽപ്പള്ളി മുരിക്കന്മാർ ദേവസ്വത്തിൻ്റെ ആനപ്പെരുമയുടെ അവസാന കണ്ണിയായി ജനപദത്തിൻ്റെ പൊതുവികാരമായി ജീവിച്ച ശങ്കരൻകുട്ടി 2012 ഒക്ടോബർ 15 ഈ സ്ഥലത്ത് വെച്ച് ചേടാറ്റിലമ്മയിൽ വിലയം പ്രാപിച്ചു. ഈ എന്താ പറയുക, മുരിക്കന്മാരെന്ന് പറയുന്നത് ഈ ക്ഷേത്രം നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജാവ് അദ്ദേഹത്തിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ സൈനികന്മാർ, പ്രധാനപ്പെട്ട സൈനികരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടന്ന സ്ഥലമാണിത്. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതിനുശേഷം, അതായത് പഴശ്ശിരാജയുടെ കാലശേഷം വന്നവരാണ് ഈ മുരിക്കന്മാരെന്ന് പറയുന്നത്. അവരുടെ കീഴിലായിരുന്നു പിന്നെയുള്ള ആ ഒരു ആധിപത്യം, ആ ഒരു കുടുംബത്തിൻ്റെ. അതാണ് ഈ മുരിക്കന്മാരെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, കഥകൾ അങ്ങനെയാണ്. നമ്മളിങ്ങനെ വരുന്ന സമയത്ത് കുഞ്ഞു മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. പക്ഷേ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു മഴയൊന്നുമല്ല, നല്ല രസമാണ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. ഞാൻ 10 വർഷം മുന്നേ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഈ അരയാലിൻ്റെ ഈ വഴിയാണ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സ്ഥലം. ഇങ്ങനെ കെട്ടിയിട്ടോ അങ്ങനെ ഒന്നുമില്ല, ഒരു വികസനമില്ലാത്തൊരു കുഞ്ഞു ക്ഷേത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര വികസനമാണ്, ഒരുപാട് കാഴ്ചകളുണ്ട്. ഇപ്പോൾ ഈ ഒരു കെട്ട്, അരയാലിൻ്റെ ആ പടിക്കെട്ട്, അതെല്ലാം എന്ത് ഭംഗിയെന്നറിയോ, നല്ല രസമാണ്. ഇവിടെ കുറച്ച് ആർട്ട് വർക്കുകളുണ്ട്, നമുക്ക് കാണാമല്ലോ. ഇത് നോക്കി, ഇത് അശ്വമേധം നടക്കുന്ന സമയത്ത് ശ്രീരാമൻ അയച്ച അശ്വത്തിന് മക്കൾ ലവകുശന്മാർ പിടിച്ചു കെട്ടുന്ന ഒരു പിക്ചറ്. പിന്നെ വന്നിട്ട് അമ്മ സീതാദേവി മക്കളെ കൂടെ വാൽമീകി ആശ്രമത്തിൽ അവരുടെ വിദ്യാഭ്യാസ കാലത്ത് അങ്ങനെ ഇരിക്കുന്ന വാൽമീകി മഹർഷി ഇരിക്കുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മഴയായതുകൊണ്ടേ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എന്ത് ഭംഗിയാണെന്നറിയോ, നല്ല പച്ചയായിട്ട്
ഇങ്ങനെ ഒരു വനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമല്ലേ, അതിൻ്റെ ഭംഗി നന്നായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് രാമായണ മാസകാലം, നാലമ്പല ദർശനം. പക്ഷേ ഈ എപ്പോഴും വയനാട് ഈ ഏറ്റവും കൂടുതൽ നമ്മൾ രാമായണ മാസം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഓർമ്മ വരുന്നത് കർക്കിടക മാസം നാലമ്പല ദർശനം എന്ന് എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ഈ വയനാട് ഈ ക്ഷേത്രമാണ് കേട്ടോ. ഈ കർക്കിടക മാസം നാലമ്പല ദർശനം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ യാത്രകൾ എല്ലാവരും പോകാറുണ്ട്. പക്ഷേ നാലമ്പല ദർശനം എന്ന് പറയുമ്പോൾ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മയിൽ വരുന്നത് ഈ മണ്ണാണ്, അതായത് വയനാട്. കാര്യം രാമായണം എന്ന ഒരു ഇതിഹാസം നടന്ന മണ്ണാണിത്. ഈ രാമായണത്തിലെ അവസാന കാലങ്ങളുണ്ടല്ലോ, അതായത് സീതാദേവിയെ ശ്രീരാമൻ വനത്തിൽ ഈ കാട്ടിൽ ഉപേക്ഷിച്ച് പോണതും, പിന്നെ സീതാദേവി മക്കളെ പ്രസവിക്കുന്നതും, ലവകുശന്മാരുടെ വിദ്യാഭ്യാസകാലം, അതായത് വാൽമീകി ആശ്രമത്തിൽ പോണത്, അവിടുത്തെ വിദ്യാഭ്യാസകാലം, ഇതെല്ലാം കാണിക്കുന്ന അതേ എന്താ പറയുക, അതൊക്കെ നടന്ന സ്ഥലങ്ങൾ അതിൻ്റെ തനിമയോട് കൂടിയിട്ട് ഇന്നും ഈ പ്രദേശത്തുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം, ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ്, ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ. അമ്മയും 2 മക്കളും, സീതാദേവിയും ലവനും കുശനും. ചേടാറ്റിലെ അമ്മയായി സീതാദേവി കുടികൊള്ളുന്ന പ്രധാന ശ്രീകോവിലാണ് ഇവിടെ. ഇത് പ്രധാന പ്രതിഷ്ഠയായ ചേടേറ്റമ്മയുടെ നടയാണ്, അതായത് സീതാദേവി പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന വിഗ്രഹരൂപം. അതിനു മുന്നേ തിടമ്പാണ്. ആ തിടമ്പ് ഒരുപാട് പഴക്കം, അതായത് പഴക്കമുള്ള തിടമ്പാണ്. അത് ഫ്രണ്ടിലുണ്ട്, അമ്മയുടെ ഫ്രണ്ടിൽ ആ തിടമ്പ് കാണാൻ പറ്റും. അമ്മയെ തൊഴുതിട്ട് നമ്മളിങ്ങനെ മുമ്പിലോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ കാണുന്നത് മുഖത്തോട് മുഖം നോക്കിയിരിക്കണ 2 ശ്രീകോവിലാണ്. അതൊന്ന് മഹാദേവനാണ്. മഹാദേവനെ തലച്ചില്ലൻ എന്ന പേരിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തലച്ചില്ലൻ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. പിന്നെ നേരെ ഫ്രണ്ടിൽ ലവകുശന്മാരാണ്. എന്താ പറയാന്നറിയോ, ഇങ്ങനെ നമ്മൾ പണ്ടത്തെ അറയലില്ലേ, നെല്ലും പറയും ആ അറ പോലത്തെ ഈ കുടിലിനുള്ളിൽ ഒരു അറയുടെ ഉള്ളിലാണ് ഈ 2 മക്കളും. എന്തോ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഒരു സങ്കടമാണ്, ഭയങ്കര സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ഒരു മനസ്സിലൊരു കുഞ്ഞു വിഷമം എവിടെയോ. ഇങ്ങനെ വിളക്കും ആ വിഗ്രഹമൊക്കെ കൂടി ഇങ്ങനെ സ്വർണം വെട്ടിത്തിളങ്ങുന്ന പോലെ ഒരു ഭയങ്കര ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ പോകാൻ ഇങ്ങനെ തോന്നുന്നില്ല, അത്രയും പ്രത്യേകതയാണ്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിങ്ങനെ ശരിക്കും ഇങ്ങനെയാണ് നോക്കേണ്ടത്, ശരിക്കും ഇത് ഇങ്ങനെ കാണണം. നോക്കി ഒരു അറയിലുള്ളിൽ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ 2 പേരും കൂടിയിട്ട്. ഈ മഴയും ഈ കർക്കിടക മാസം ഈ മഴയും ഇതും കാണും മനസ്സിനുള്ളിലൊരു വിഷമം, എന്താണെന്നറിയില്ല കേട്ടോ. നമ്മൾ അമ്മ സീതേനെയും മക്കളെയും മഹാദേവനെയും തൊഴുതിട്ട് പിന്നെ വരുന്നത് ശാസ്താവിൻ്റെ സന്നിധിയിലേക്കാണ്. ഒരുപാട് പഴക്കമുള്ള ശിലയാണ് കേട്ടോ 2ഉം. എന്താ പറയുക, നല്ല പഴക്കമുണ്ട് ഈ ഭഗവാന്റെ അയ്യപ്പൻ്റെ ഈ ഒരു വിഗ്രഹത്തിനും. വിഗ്രഹമല്ല, ശിലയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ശാസ്താവിനെയും തൊഴുതിട്ട് വരുന്നത് പിന്നെ വേട്ടയ്ക്കൊരു മകനാണ്, പിന്നെ ഗണപതി ഭഗവാനാണ്, പിന്നെ സുബ്രഹ്മണ്യനാണ്. എപ്പോഴും ഈ ഉപേക്ഷിക്കപ്പെടലെന്ന് പറയുന്നത് സ്ത്രീയുടെ അന്നും ഇന്നും അത് ഒരു ഭയങ്കര വിഷമമുള്ള കാര്യമില്ല. അത് പുരാണത്തിലാണെങ്കിലും ഇന്നാണെങ്കിലും ഉപേക്ഷിക്കപ്പെടലല്ലേ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഒരു സങ്കടം എന്താണെന്നറിയോ, എപ്പോഴും എനിക്ക് വയനാട് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഓർമ്മ വരൽ സീതേനെയാണ്, സീതാദേവി മക്കളെയാണ് ഓർമ്മ വരിക. പക്ഷേ എനിക്ക് രാമനെയും ഭയങ്കര ഇഷ്ടമാണ്. രാമൻ മര്യാദ പുരുഷോത്തമൻ, ഉത്തമ പുരുഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് രാമനെ. പക്ഷെ എന്താണ് സീതാദേവിയെ അങ്ങനെ ഉപേക്ഷിക്കാൻ കാരണം? പല കഥകളുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, എന്തെങ്കിലും ഉണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞു, ഉപേക്ഷിക്കപ്പെടൽ പുരാണത്തിലും ഇന്നും അതുപോലെ തന്നെ. അപ്പോൾ ആ കാലം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സീതാദേവിയും മക്കളും ഈ കാട്ടിൻ്റെ ഉള്ളിൽ ശ്രീരാമൻ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ലക്ഷ്മണനാണ് കൊണ്ടുവന്നിട്ട് വാൽമീകി ആശ്രമത്തിൽ ആക്കിയിട്ട് പോണത്. അനിയൻ വന്നിട്ട്
അമ്മേനെ കൂട്ടിയിട്ട്, അത് സീതാദേവി ഗർഭിണിയായിരുന്നു, ലവകുശന്മാർ വയറ്റിലുണ്ടായിരുന്നു. ആ സമയത്ത് ലക്ഷ്മണനാണ് വാൽമീകി ആശ്രമത്തിലാക്കിയിട്ട് പോണതും പിന്നെ അങ്ങോട്ട് വാൽമീകി ആശ്രമത്തിൽ പ്രസവിക്കുന്നത് ഈ കാട്ടിൻ്റെ നടുവിൽ. അതാണ് ഈ പുല്ലിൽ കിടന്നിട്ടാണ്, പണ്ട് മെത്തയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഈ പുല്ലിൽ കിടന്നിട്ടാണ് ലവകുശന്മാരെ സീതാദേവി പ്രസവിക്കുന്നത്. അപ്പോൾ അതാണ് പുൽപ്പള്ളി, പുല്ലിൽ പള്ളി കൊണ്ട ദേവി ആയതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പുൽപ്പള്ളി എന്നുള്ള പേര് വന്നതും. അങ്ങനെ ഒരുപാട് പ്രത്യേകത. അത് അവസാനം സീതേനെ രാമൻ കൊണ്ടുപോകാൻ വരുമ്പോഴത്തേക്ക് ദേവിക്ക് പോവാൻ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നത്, അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തോ മനസ്സിൽ രണ്ടുപേരുടെയും ഇന്നും സ്ത്രീകളുടെയും എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഒരു കുടുംബത്തിൽ എന്ത് തല്ലുകൂടുന്നുണ്ടെങ്കിലും നമുക്ക് പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും, മറ്റുള്ളവരോടും പറയും അവൻ എങ്ങനെയാണ് അവൾ അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ പെണ്ണിൻ്റെ മനസ്സിലൊരു സ്നേഹമുണ്ട്, ആണിൻ്റെ മനസ്സിലൊരു സ്നേഹമുണ്ട്. ആ ഇഷ്ടം തന്നെയാണ് പണ്ടുള്ള കാലത്തും. ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പെണ്ണെപ്പോഴും തയ്യാറാവില്ല, ആണും തയ്യാറാവാറില്ല. പക്ഷേ രാമൻ സീതേനെ കൂട്ടാൻ വന്ന സമയത്ത് സീതാദേവിക്ക് പോകാൻ മനസ്സുണ്ടായിരുന്നു, പക്ഷേ സീതാദേവിയുടെ അഭിമാനം അതിനെ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ സീതാദേവി എന്താ ചെയ്തത്, ഭൂമി പിളന്നിട്ട് താഴേക്ക് പോണ സമയത്ത് ശ്രീരാമൻ ഇങ്ങനെ പിടിക്കാൻ പോകുമ്പോൾ സീതാദേവിയുടെ തലമുടി മാത്രമാണ് കിട്ടിയത്. ആ സ്ഥലമാണ് ചേടേറ്റൻ കാവ്. അത് ജടയറ്റൻ കാവ്, ചേടേറ്റൻ കാവ് എന്നുള്ള പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. അപ്പോൾ കഥകൾ ഒരുപാട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നോക്ക്, കർക്കിടക മാസത്തിൽ ഇത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. ബാക്കിയുള്ള ഈ നാലമ്പല ദർശനം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ മാത്രമാണ്. ശ്രീരാമ ലക്ഷ്മണ ശത്രുഘ്ന ഭരതൻ്റെ ക്ഷേത്രങ്ങൾ മാത്രമാണ് എല്ലാവരും തൊഴാൻ വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്ത ആരും? അത് വരണം. അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിച്ചെങ്കിൽ നടക്കാത്ത ഒരു കാര്യമില്ല. ഈ സീതാദേവിയുടെ അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു കാര്യങ്ങളുമില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിഹാസമായ രാമായണം നടന്നത് ഈ നാട്ടിലാണോ? എത്രയെത്ര കഥകൾ ഈ ഭൂമി പിളന്നിട്ട് താഴിലേക്ക് പോയ ആ സ്ഥലമുണ്ട്. പിന്നെ വന്നിട്ട് വാൽമീകി ആശ്രമം ലവകുശന്മാരെ പഠിപ്പിച്ചു എന്ന് പറയണ ആ ഒരു പാറക്കെട്ട് അതുപോലെ അങ്ങനെയുണ്ട്. പിന്നെ ഈ സീതാദേവി ലവകുശന്മാരെ പ്രസവിച്ച സമയത്ത് ആ ചാപ്പൽ അതൊന്നുമല്ല, പക്ഷെ ഒരു ചെറിയൊരു പുൽക്കുടിയിലാണത്രേ. അതങ്ങനെ അവർ അതുപോലെ ഇങ്ങനെ കെട്ടി ഓരോരോ തലമുറ വരുമ്പോൾ അതുപോലെ കെട്ടിയിട്ട് അവരിങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണ്. അതിൻ്റെ ബാക്കിലൊരു മന്ദാരമുണ്ട്, ഒരു റോസ് മന്ദാരം, വലിയ മരമാണ്. അതിലെപ്പോഴും ഇങ്ങനെ താണിട്ട് 2 ഇരട്ട മന്ദാരം എല്ലാ ദിവസവും ആ ഇരട്ട മന്ദാരം ആ മരത്തിലുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരുന്നില്ല? ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും നമ്മൾ അറിയണ കുറച്ച് പേര് എപ്പോഴെങ്കിലും അടുത്ത ഈ വർഷം ഇപ്പോൾ നോക്ക് മഴ പെയ്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്. എനിക്കറിയില്ല, ഇപ്പം ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷേ വരാൻ പറ്റെങ്കിൽ നിങ്ങൾ വരണം. കർക്കിടക മാസത്തിൽ ഇവിടെ വരണം. നമ്മുടെ ഇതിഹാസമായ രാമായണം നടന്ന സ്ഥലമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടത്തേക്ക് വരണമെന്ന് ഞാൻ പറയും. ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മൻ ഹരണ ഭവ ഭയ ധാരുണം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മൻ ഹരണ ഭവ ഭയ ധാരുണം. ശ്രീരാം 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 ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മൻ ഹരണ ഭവ ഭയ ധാരുണം. നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ചപദ കഞ്ചാരുണം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജ മൻ ഹരണ ഭവ ഭയ ധാരുണം. ശ്രീരാം 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 ശ്രീരാം. കന്ദപ്പ അഗണിത അമിത ചപിനവ നീല നീരത സുന്ദരം പടപീതമാനഹു തടിത് രുചി സുചി നൗമി ജനക സുധാവരം. ശ്രീരാം ശ്രീരാം
श्रीरामचन्द्र कृपालु भज मन हरण भव भय दारुणं श्रीरामचन्द्र कृपालु भज मन हरण भव भय दारुणं श्रीराम 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 श्रीराम